നമസ്കാരം. നമ്മൾ ജനുവേരം എന്നുള്ളൊരു കണ്ടീഷനെ പറ്റിയാണ് പറയുന്നത്. ജനുവേരം അത്ര കേട്ട് പരിചയമുള്ളൊരു വാക്കല്ല, എങ്കിലും ഈ ബോലെഗ്സ് എന്ന് പറയുന്നതും ഈ ജനുവേരം കണ്ടീഷനെ തന്നെയാണ്. അതായത് കുട്ടികളിൽ, പ്രധാനമായിട്ടും കുട്ടികളിലാണ് കണ്ടുവരുന്നത്. കാലിന് വെളിയിലേക്ക് രണ്ട് സൈഡിലേക്കായിട്ട് വളവ് വരിക, അതിനാണ് ജനുവേരം അല്ലെങ്കിൽ ബോലെഗ് എന്ന് പറയുന്നത്. അത് കുട്ടികളിൽ മാത്രമല്ല, വലിയവരിലും കണ്ടുവരാറുണ്ട്, എങ്കിലും കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. കുട്ടികളിൽ കാണുന്ന ഈ വളവ്, കാലിൻ്റെ വളവ് 3 വയസ്സ് വരെ അത് നോർമലാണ്. എന്നിരുന്നാലും അതിൻ്റെ വളവ് കൂടുതലായിട്ടുണ്ട്, നമുക്ക് കാലിൻ്റെ വളവ് ഒരു പരിധിയിൽ കൂടുതലായിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. മിക്കവാറും ഇവിടെ UAE-യിലുള്ള കുട്ടികളിലെല്ലാം എല്ലാമല്ല, ഒരു നല്ലൊരു ശതമാനവും വൈറ്റമിൻ D ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് തന്നെ കാൽസ്യം ഡെഫിഷ്യൻസിയും എല്ലാം അതിൻ്റെ കൂടെ വരും. നമ്മൾ ബോൺസിൻ്റെ അല്ലെങ്കിൽ എല്ലുകളുടെ വീക്ക്നെസ് കൊണ്ട് ഉണ്ടാകുന്ന വളവുണ്ട്. അപ്പോൾ ഇതിലെന്താണ് കാരണം എന്നുള്ളത് നമ്മൾ നോക്കണം. ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, ഹൈറ്റ്, മൈൽ സ്റ്റോൺസ് എല്ലാം പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്ത കുട്ടിയാണോ, ഇതെല്ലാം നമ്മൾ നോക്കും. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ കുട്ടിക്ക്, ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഇത് നോർമലാണോ അല്ലെങ്കിൽ അബ്നോർമലാണോ എന്നുള്ളതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പിന്നെ ചില ചെറിയ ബ്ലഡ് ടെസ്റ്റുകളും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാറുണ്ട്. അത് ഒരു ഡയഗ്നോസിസിലേക്ക് അല്ലെങ്കിൽ ഒരു രോഗനിർണയത്തിലേക്ക് എത്തുന്നതിൽ സഹായിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസ് അങ്ങനെയൊന്നും അല്ലാതെ വരുന്ന ബോലെഗ് ആണെങ്കിൽ നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അതിന് ചെറിയ മസാജുകൾ പോലുള്ളതും, കാലിൽ ധരിക്കാവുന്ന ബ്രേസുകൾ, ഇപ്പോൾ നൈറ്റ് ബ്രേസ് പോലെ അല്ലെങ്കിൽ ഈ ഷൂസോ അല്ലെങ്കിൽ അവരുടെ ചെരുപ്പിനോട് ചേർന്ന് വരുന്ന ബ്രേസുകളുണ്ട്, അത് യൂസ് ചെയ്യുന്നത് വഴിയും ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇത് 3 വയസ്സിന് ശേഷം ഈ ബ്രേസുകളുടെ ഉപയോഗമോ അല്ലെങ്കിൽ മസാജുകൾ ചെയ്യുന്നത് കൊണ്ടോ വലിയ പ്രയോജനം കാണാറില്ല. പിന്നെ 3 വയസ്സിന് ശേഷം അത് സർജിക്കൽ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. അതിന് മുമ്പേ നമ്മൾ അത് കൃത്യമായിട്ടും എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് കണ്ടെത്തി ചികിത്സിക്കുന്നത് വളരെ അത്യാവശ്യമാണ്.